കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് വിഴിഞ്ഞത്തു നിന്നും പുറത്തുവരുന്നത്. മുക്കോല് സ്വദേശിയായ 38-കാരൻ സുമനെ നട റോഡിലിട്ട് അതിക്രൂരമായി തല്ലിക്കൊന്നു. മദ്യലഹരിയിലുണ്ടായ ഒരു നിസാര വാക്ക് തർക്കം ഒരു ജീവൻ അപഹരിക്കുന്നതിലേക്ക് എത്തിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിന്റെ ഭീകരമായ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ബാറിലുണ്ടായ തർക്കത്തിനു പിന്നാലെ സുമനെ പിന്തുടർന്നെത്തിയ സഹോദരങ്ങൾ അടങ്ങിയ സംഘം ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. റോഡിൽ അവശനായി വീണിട്ടും അക്രമം തുടരുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സംഭവത്തിൽ അച്ചു, അനന്തു എന്നീ സഹോദരങ്ങൾ അടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ വിഴിഞ്ഞം മുക്കോലയിലെ ഒരു ബാറിലുണ്ടായ തർക്കമാണ് അതിക്രൂരമായി ഈ കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ബാറിൽ വെച്ച് ഷാൻ എന്ന യുവാവുമായി പ്രതികൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ തർക്കത്തിൽ ഇടപെട്ടതാണ് സുമനെതിരെ അക്രമികൾ തിരിയാൻ കാരണമായതെന്ന് പോലീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ബാറിൽ നിന്ന് പുറത്തേക്ക് ഓടിയ സുമനെ അക്രമികൾ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ സഹോദരങ്ങളായ അച്ചുവും അനന്തവും ചേർന്ന് സുമനെ മർദ്ദിക്കുന്നത് വ്യക്തമായി കാണാം. സുമൻ റോഡിൽ അവശനായി വീണിട്ടും അക്രമം നിർത്താൻ അവർ തയ്യാറായില്ല. ക്രൂരമായ മർദ്ദനത്തിന് ശേഷം സുമൻ ബോധരഹിതനായിട്ടും അവർ വീണ്ടും മർദ്ദനം തുടർന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഈ അക്രമം തടയാൻ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും തന്നെ തയ്യാറായില്ല എന്നതാണ്. സുമനെ മാരകമായി മർദ്ദിക്കുമ്പോൾ സുഹൃത്തുക്കൾ ഈ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റോഡിലൂടെ വന്ന മറ്റു യാത്രക്കാരാണ് ഒടുവിൽ സുമനെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതികളെ വിഴിഞ്ഞം പോലീസ് അതിവേഗമാണ് പിടികൂടിയത്. സുമനെ നേരിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവരടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ കൃത്യം നടത്തുമ്പോൾ കടുത്ത മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളുടെ പ്രാഥമിക മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മർദ്ദനം തടയാൻ ശ്രമിക്കാതെ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയ സുഹൃത്തുക്കളുടെ പങ്കിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവരെയും കേസിൽ പ്രതി ചേർക്കണോ എന്ന കാര്യം നിയമോപദേശത്തിന് ശേഷം തീരുമാനിക്കും. കൊലപാതകം നടന്ന മുക്കോലയിലെ ബാറിലും പരിസരത്തും പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി. ആക്രമണത്തിന് ഉപയോഗിച്ച സാധനങ്ങളും മറ്റും കണ്ടെടുത്തിട്ടുണ്ട്. പ്രതികളെല്ലാം മദ്യലഹരിയിലായതിനാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ടെന്ന് വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. ലഹരിയുടെ മറവിൽ തലസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഇത്തരം അക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. തലസ്ഥാനത്തെ നടുക്കി ഈ കൊലപാതകം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത്. ബാറിലുണ്ടായ ഒരു നിസ്സാര വാക്ക് തർക്കം ഒരു മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്ന നിലയിലേക്ക് വളരുന്നത് അതീവ ഗൗരവകരമാണ്. അക്രമം തടയാൻ ശ്രമിക്കാതെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ മുതിർന്ന സുഹൃത്തുക്കളുടെ നടപടി നമ്മുടെ സാമൂഹിക ബോധത്തിന്റെ അപജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സുമന്റെ മരണത്തിന് കാരണക്കാരായ അച്ചുവും അനന്തവും അടക്കമുള്ള പ്രതികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ലഹരിയുടെ മറവിൽ നടക്കുന്ന ഇത്തരം അരും കൊലകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്.